ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ഡിസംബർ 31, ഈ വർഷത്തെ അവസാനത്തെ ഡേ ആണ്. ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ഒന്ന് നോക്കിയതാണ്. നല്ല ഇരുട്ടുണ്ട്, 6 മണി സമയമാണ്. ഇടയ്ക്കിടയ്ക്ക് ചില വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം, അത്രേ ഉള്ളൂ. രാവിലെ 6 മണിയല്ല, അത്ര വെളിച്ചമായില്ല. പിന്നെ ലൈറ്റും ക്യാമറയകത്ത് ലൈറ്റ് അത്ര. ജസ്റ്റ് ഒന്ന് നടക്കാൻ പോവാം ആദ്യമേ. ജസ്റ്റ് നടന്ന് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കടയിൽ പണി നടക്കുന്നുണ്ട്. അവിടെ കുറച്ച് വെള്ളം ഒഴിക്കണം. ഇന്നലെ പൂശിയ ഭാഗത്ത് നമ്മുടെ പിറ്റേ ദിവസം വെള്ളം ഒഴിക്കണമല്ലോ, അതിൻ്റെ. ഗേറ്റ് തുറന്നിട്ട് അതിൻ്റെ പരിപാടിയിലേക്ക് പോവാം. നമ്മൾ പിന്നെ അവിടെ റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് കുറച്ച് വേറെ സ്ഥലത്താണ് കട വയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് അവിടെ ഈ വെള്ളത്തിന് സൗകര്യമില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് വേണം സ്ഥിരം വെള്ളം കൊണ്ടുവരാൻ. നല്ല ക്യൂട്ടായിട്ടുണ്ട് ആ ഒരു മൂണിനെ കാണാൻ. അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് വണ്ടി തുറന്ന് വെള്ളം നിറയ്ക്കണം. ആ താഴെ ഇരിക്കുന്ന 3 ബക്കറ്റുകളാണ് സാധനം ഇവിടെ നിന്നത്. പിന്നെ വേറെ വലിയൊരു അണ്ടാവുന്നൊരു സാധനമുണ്ട്, അതൊക്കെയാണ് സാധനം വെള്ളം നിറയ്ക്കാറ് നമ്മൾ. ഒരു ചെറിയൊരു ഓസിലെടുത്തിട്ട് അതിൽ വെള്ളം നിറയ്ക്കാം. 10-15 മിനിറ്റ് കൊണ്ട് നിറയും. നിറച്ചിട്ട് നേരെ കടയിലേക്ക് വണ്ടി എടുത്തിട്ട് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ ചെറിയൊരു കട. വളരെ ചെറുതാണ്. ഇതാണ് വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഇത്രയൊക്കെ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് നമ്മുടെ കടയുടെ മോളിൽ നിന്നുള്ള വ്യൂ ആണ്. കാണുന്നതാണ് റോഡ്. പകൽക്കുടി ജംഗ്ഷനാണ്. സ്കൂളിൻ്റെ ആ ഭാഗമാണ്. ഇന്നലെയാണ് ഈ ഭാഗമൊക്കെ പൂശിയത്. അത് ഇന്ന് രാവിലെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇന്നും നാളെയും ചിലപ്പം വെള്ളം ഒഴിക്കേണ്ടി വരും. നാളെയും മറ്റന്നാൾ 3 ദിവസത്തേക്ക് ഇപ്പോൾ ഒഴിക്കാറുള്ളൂ വെള്ളം. അവർ പറയും ഒരാഴ്ചയ്ക്ക് ഒഴിക്കാം, പക്ഷേ 3 ദിവസം ഒഴിക്കും നമ്മൾ കൃത്യമായിട്ട്. ബാക്കി അല്ലാതെ കിട്ടുന്ന സമയം ഉണ്ടെങ്കിൽ ഒഴിക്കും. കാരണം പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാം അങ്ങ് ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ. നല്ല സൂര്യൻ തന്നെ ഉദിച്ച് വരാൻ നല്ല രസമുണ്ട് കാണാം. അതുകൊണ്ട് പ്രത്യേകമായിട്ട് എടുത്തതാണ്. പിന്നെ ഇവിടെ വെള്ളം ഒഴിക്കുന്നതിൻ്റെ വേറൊരു ടാസ്ക് എന്ന് പറയുന്നത്, ഒരു സൈഡ് ഭിത്തിയുണ്ട് പുറം ഭാഗത്തുള്ളത്. അപ്പോൾ അത് ഒഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഈ കെട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ കെട്ട് നമ്മുടെ വാപ്പിൻ്റെ സൈഡിലോട്ട് മാറും. ഡയറക്റ്റ് അവിടെ ഒഴിക്കാൻ ഇത്തിരി പാടാണ്. നമ്മൾ കൈ ഇങ്ങനെ എത്തി ഒഴിക്കേണ്ടി വരും. പിന്നെ ബാക്കി വെള്ളം എടുത്ത് അവിടുത്തെ ഡ്രംസിൽ ഒഴിച്ചു. അപ്പം വൈകുന്നേരമൊക്കെ ഒഴിക്കേണ്ടി വരും. ഓക്കെ, ആ ജോലി കഴിഞ്ഞു. ഇനി നേരെ വീട്ടിൽ പോകാം. ഇത് നമ്മളെ ലൂസി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വാങ്ങിയ ചെറിയൊരു പശുക്കുട്ടിയാണ്. ലൂസി രാവിലെ തിന്നുന്നില്ല, മുട കാണിക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിന് ഒന്ന് അഴിച്ച് പുറത്ത് കെട്ടണം. അതിന് കുറച്ച് വെള്ളം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് റബ്ബർ വെക്കണം. അതിൻ്റെ കത്തി എടുത്തു, റബ്ബർ വെട്ടണം. ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഒരു കൈ കൊണ്ടാണ് ഞാൻ വെട്ടുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഷേപ്പൊക്കെ ഒന്നും കാണത്തില്ല, കാരണം ഒരു കയ്യിൽ ക്യാമറ മൊബൈലായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ 2 കൈ വെച്ച് നമ്മൾ ചേർത്ത് വെട്ടി നോക്കിയിട്ടുണ്ട്, എന്നാലും അത് കൃത്യമായിട്ട്. അതുമല്ല ഇതിപ്പോൾ മുറിക്കാൻ പോവുകയാണ്, അയാളതിന് പറ്റത്തില്ല. നല്ല ഈസിയില്ല. ഡബിൾ വെട്ടാണ്, താഴെ മുകളിൽ ഫ്ലാറ്റ് വെട്ടുന്നതാണ് പറയുന്നത്. കാരണം മരം മുറിക്കുകയല്ലേ, അപ്പം അതിനുമുമ്പേ നമുക്ക് മാക്സിമം വെട്ടിയെടുക്കാം. പിന്നെ മെയിൻ പ്രശ്നം വെച്ചാൽ ആളില്ല റബ്ബർ വെട്ടാൻ. ഇപ്പം നമ്മൾ ഒരു മരത്തിന് 2 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ആളില്ല. ആ അവസ്ഥയായി കേരളത്തിൽ. സ്വന്തമായിട്ട് ചെയ്തേ ഒക്കത്തുള്ളൂ. ഈ കഴിഞ്ഞ ആഴ്ച ഒരാൾക്ക് പറഞ്ഞതാണ്, അപ്പം വരാമെന്ന് പറയും, പക്ഷേ വരത്തില്ല. കാരണം മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിന് വലിയ വരുമാനമില്ല. 160 മരത്തിന് ഇപ്പം ദിവസവും അയാൾ വന്നാൽ തന്നെ 250-300 രൂപയിലേ കിട്ടത്തുള്ളൂ. അപ്പം അതേസമയം വേറെ ജോലിക്ക് പോയാൽ അതിൻ്റെ 3 ഇരട്ടി കിട്ടും. ഇങ്ങനെയാണ് റബ്ബർ വെട്ടിയിട്ട് ആ പാലിങ്ങനെ ഒഴിച്ച് വന്നിട്ട് ഇതിൽ ചെയ്യും.